എമ്പുരാൻ ചരിത്രം തിരുത്തുമോ? എമ്പുരാൻ ചിത്രത്തെ പറ്റി പറയുമ്പോൾ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് എമ്പുരാൻ വരുന്നുള്ളത്. വലിയ പ്രതീക്ഷകളാണ് മോഹൻലാൽ ഫാൻസിനും മോഹൻലാലിനും അതുപോലെ തന്നെ പൃഥ്വിരാജിനും അടക്കമുള്ളത്. ഇതിനിടയിൽ ഇതിലെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. നിർമ്മാണ പങ്കാളിയായിരുന്ന ആശീർവാദ് സിനിമയുടെ കൂടെ നിർമ്മാണ പങ്കാളിയായിരുന്ന ലൈക്ക പ്രൊഡക്ഷൻ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബാനറാണ് ലൈക്ക പ്രൊഡക്ഷൻ. അവര് ചെറിയൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രൊഡക്ഷൻ ടീമുമായിട്ട് സഹകരിക്കുന്നത് നിർത്തുകയും അവർ പ്രൊഡക്ഷനിൽ നിന്നും പിന്മാറുകയും ചെയ്തു. അവർ ഉന്നയിച്ച കാര്യങ്ങൾ എന്നുള്ളത് ഇതിന്റെ ഒരു റിലീസിംഗ് മാറ്റിവെക്കണമെന്നും മറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അത് കൂടാതെ അവരുടെ ബഡ്ജറ്റിനേക്കാൾ മുകളിലും പോയിരിക്കാം. ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോഴുള്ള കാരണങ്ങൾ. ഏതായാലും ആ ലൈക്ക പ്രൊഡക്ഷൻ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാനറാണ്. അവര് അങ്ങനെ പിന്മാറി. പക്ഷേ പകരം ഗോകുലം ഗോപാലൻ ഇവരുടെ ആശീർവാദിന്റെ രക്ഷക്കെത്തുകയാണ്. ഗോകുലം ഗോപാലൻ തുടർന്ന് നിർമ്മാണ പങ്കാളിയായി രംഗത്ത് വരുന്നു. ഇപ്പോൾ ഗോകുലം മൂവീസ് തന്നെയാണ് ചിത്രം പ്രദർശനത്തിന് എത്തിപ്പിക്കുന്നത്. ലോകമെമ്പാടുമുള്ള റിലീസുകളുണ്ട്. മലയാള സിനിമകൾ അങ്ങനെ വേൾഡ് വൈഡ് റിലീസുകൾ കുറവാണ്. സൂപ്പർ താര സിനിമകൾ മാത്രമാണ് അങ്ങനെ വേൾഡ് വൈഡ് റിലീസുകൾ ഉണ്ടാവാറ്. ഏതായാലും വേൾഡ് വൈഡ് റിലീസാണ് എമ്പുരാനുള്ളത്. മലയാള സിനിമയിൽ ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി വരുന്ന സിനിമയാണ്. വലിയ എക്സ്പെക്ടേഷൻ ആണ് സിനിമയെ കുറിച്ച് ഓരോ ആളുകളും പുലർത്തുന്നുള്ളത്. സിനിമയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ കൂടിയായ പൃഥ്വിരാജ്, പിന്നെ മോഹൻലാലിന്റെ ഫാൻസ്, ഇങ്ങനെ വലിയ എക്സ്പെക്ടേഷനിലാണ് സിനിമയുള്ളത്. സിനിമ ഇറങ്ങിയാൽ അത് കാക്കുമോ എന്നുള്ള വലിയ ചോദ്യം അവിടെ ബാക്കിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിനേക്കാൾ കൂടുതൽ പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അദ്ദേഹം ആദ്യം മോഹൻലാലിനെ വെച്ച് ചെയ്ത ലൂസിഫർ എന്നുള്ള സിനിമ ഉണ്ടാക്കിയ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. വളരെ വലിയ വിജയത്തിലേക്ക് അത് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനിലേക്ക് എത്തുമ്പോൾ പൃഥ്വിരാജ് എന്ന ഒരു ക്വാളിറ്റി ഡയറക്ടറിൽ നിന്നും ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതീക്ഷകൾ കാക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഈ ബുക്കിങ്ങിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ റെക്കോർഡ് ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിലും മറ്റുള്ള ഓൺലൈൻ ബുക്കിംഗ് സംവിധാനങ്ങളിലൊക്കെ വലിയ രാജ്യമെമ്പാടും ബുക്കിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും മലയാളികളാണ് ഈ ഒരു കാര്യത്തിൽ ബുക്ക് ചെയ്യുന്നത്. ആദ്യ ദിവസത്തെയും രണ്ടാം ദിവസത്തെയും ഒക്കെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അങ്ങനെ ആദ്യ ദിവസത്തെ ഇതുവരെ ഉണ്ടായിരുന്ന കേരള റെക്കോർഡ് എന്നുള്ളത് ലിയോ എന്നുള്ള വിജയ് ചിത്രവും അതുപോലെ തന്നെ അല്ലു അർജുന്റെ പുഷ്പയും KGF-ഉം ഒക്കെ ആയിരുന്നു. ഈ ലിയോയെ അടക്കം മറികടന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം എമ്പുരാൻ നടത്തുമെന്നാണ് ഇപ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നുള്ളത്. ഏതായാലും ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയിലുള്ള നിർമ്മാണ മേഖലയിലുള്ള ആളുകൾ തങ്ങളുടെ സിനിമകൾ വലിയ നഷ്ടത്തിലാണ് എന്നും തങ്ങൾക്ക് സിനിമകൾ ബാധ്യത ഉണ്ടാക്കുന്നു എന്നും സിനിമ സമരം നടത്താൻ പോകുകയെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എമ്പുരാൻ പോലെയുള്ള ഒരു മാസ് സിനിമ റിലീസിന് എത്തുന്നുള്ളത്. ഏതായാലും ഒന്നെങ്കിൽ വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രം ആദ്യ ദിവസത്തെ ആദ്യ മണിക്കൂറുകളിൽ നല്ല അഭിപ്രായം നേടിയാൽ, പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഇതിലും പുലർത്തിയാൽ ഈ വലിയ വിജയമായിട്ട് മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് ഒന്നായിട്ട് ഇത് മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരെ മറിച്ച് ഇത് സാധാരണഗതിയിലുള്ള നെഗറ്റീവുകൾ വന്നാൽ ആദ്യ ദിവസം തന്നെ ചിത്രം ഈ പറഞ്ഞത് ബുക്കിങ്ങുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിൽ തകർന്നടിയും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള മലയാള സിനിമകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പുതിയ സാഹചര്യത്തിൽ സിനിമയ്ക്ക് വരുന്ന ചെറിയ ചെറിയ നെഗറ്റീവുകൾ പെരുപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും സാധ്യതകളുള്ള സിനിമകൾ പോലും വലിയ ഫ്ലോപ്പിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ അത് തീർച്ചയായും സിനിമയെ ബാധിക്കും. പക്ഷേ ഈ പോസിറ്റീവ് റിവ്യൂവും ഗുഡ് റെക്കമെൻഡേഷനും വന്നാൽ ഈ സൗത്ത് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്കോ മലയാള സിനിമയിൽ നിന്നും നൽകുന്ന ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി എമ്പുരാൻ മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.